അശുഭമെന്ന അന്ധവിശ്വാസത്തെ വകവയ്ക്കാതെ 13-ാം നമ്പർ കാർ ചോദിച്ചുവാങ്ങി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.എം. ഷാജിക്ക് ആദ്യം അനുവദിച്ച 9-ാം നമ്പർ കാർ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകി. പൊതുവിൽ യു.ഡി.എഫ് മന്ത്രിമാർ 13-ാം നമ്പർ ഏറ്റെടുക്കാറില്ല. പുതിയ മന്ത്രിമാരിൽ ആരും തന്നെ ഈ വാഹനം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. സാധാരണയായി 13 എന്ന അക്കത്തെ ഭാഗ്യദോഷമായാണ് പലരും കണക്കാക്കുന്നത്. തനിക്ക് 9-ാം നമ്പർ കാർ വേണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ ടൂറിസം വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. ചെന്നിത്തലയുടെ താൽപര്യം മാനിച്ചുകൊണ്ട് കെ.എം. ഷാജി ആ കാർ വിട്ടുനൽകുകയായിരുന്നു. പകരം ആരും തൊടാത്ത 13-ാം നമ്പർ കാർ തനിക്ക് മതിയെന്ന് വ്യക്തമാക്കി അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഇതോടെ 13-ാം നമ്പർ കാറിനെ ചുറ്റിപ്പറ്റിയുള്ള ഇത്തവണത്തെ അന്ധവിശ്വാസ ചർച്ചകൾ അവസാനിക്കുകയാണ്. 13 പാവം നമ്പർ അശുഭമെന്ന് തോന്നുന്നില്ല എന്നാണ് കെ.എം. ഷാജി പ്രതികരിച്ചത്. അന്ധവിശ്വാസമില്ല, ഏത് നമ്പറായാലും ഹാപ്പിയാണ്. 9 താൽക്കാലിക നമ്പറായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ-സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വീണ്ടും മന്ത്രിയാകണമെന്ന് തനിക്ക് നിർബന്ധമില്ലെന്നും കെ.എം. ഷാജി പറഞ്ഞു. മുൻപ് അധികാരത്തിലിരുന്ന യു.ഡി.എഫ് സർക്കാരുകളുടെ കാലത്തെല്ലാം 13-ാം നമ്പർ സ്റ്റേറ്റ് കാർ ആരും ഉപയോഗിച്ചിരുന്നില്ല. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് 2 തവണയും ഇടതുപക്ഷ മന്ത്രിമാർ 13-ാം നമ്പർ കാർ മനഃപൂർവ്വം ചോദിച്ചു വാങ്ങിയിരുന്നു. അന്ധവിശ്വാസങ്ങൾക്കെതിരെ കൃത്യമായ സന്ദേശം നൽകിയ മുൻ മന്ത്രിമാരുടെ മാതൃകയാണ് കെ.എം. ഷാജിയും ഇവിടെ പിന്തുടർന്നത്. പിണറായി സർക്കാരിൽ കൃഷിവകുപ്പ് മന്ത്രിയായിരുന്ന സി.പി.ഐ നേതാവ് പി. പ്രസാദായിരുന്നു 13-ാം നമ്പർ കാറിൽ ഔദ്യോഗികമായി സഞ്ചരിച്ചത്. അതിനു മുൻപത്തെ 1-ാം പിണറായി സർക്കാരിൽ പ്രമുഖ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ ടി.എം. തോമസ് ഐസക്കും അതേ കാർ ഉപയോഗിച്ചിരുന്നു.